ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേര് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണ്. ഫോണ്ടിൽ പേര് എഴുതുമ്പോൾ കുഴിഞ്ഞു പോകുന്നു, ശരിക്കും അങ്ങോട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു കുറച്ച് കംപ്ലയിൻറ്റ്സ്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ അവർക്ക് പേഴ്സണലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് എനിക്കത് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്തുകൂടാ. അപ്പം പലർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളെ ചാനലിൽ 5K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, കഴിഞ്ഞുപോയി. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറയേണ്ടതായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാനത് വിട്ടും പോയി. ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പം ആ ഒരു സന്തോഷം കൂടെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ കാരണമാണ് എനിക്ക് ഇത്രയും എത്താൻ കഴിഞ്ഞിട്ടുള്ളത്, ഇത്രയും ഉയരങ്ങളിൽ എത്താൻ പറ്റിയത്. അപ്പം മാഷാ അല്ലാ, അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിതാ അവിടെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോണ്ടൻ്റ് ഏതാണെന്ന് വെച്ചാൽ വിസിയോണ്ടാണ്. അപ്പോൾ മുന്നേ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഓരോ വീഡിയോയിലും ഞാൻ കാണിക്കുന്നതുകൊണ്ടാണ് എടുത്ത് കാണിക്കാത്തത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് CMC പൗഡറാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. CMC അതുപോലെ തൈലോസ് ആഡ് ചെയ്ത് കൊടുത്താലൊക്കെ പെട്ടെന്ന് നമ്മളെ ഫോണ്ടിന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പം ആദ്യം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് കുഴച്ചെടുക്കൊന്നും വേണ്ട. CMC ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുഴച്ചെടുത്തിട്ട് നമ്മൾക്ക് പരത്തിയെടുക്കാം. നമ്മളിതിലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇത് എഴുതാനായിട്ട് ആദ്യം ഇത് നമ്മൾ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ CMC ചേർക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ CMC ആണുള്ളത്. തൈലോസ് ആണെങ്കിൽ പെട്ടെന്ന് ഇതിനേക്കാൾ സ്പീഡിൽ ഡ്രൈ ആയി കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് തൈലോസ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ CMC ആണ് യൂസ് ചെയ്യാറ്. ഇനിയിപ്പോൾ നമ്മളൊരു നെയിം ബോർഡാണല്ലോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ നിങ്ങളടുത്ത് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടറിൻ്റെ ഷേപ്പിലൊക്കെ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. നമ്മൾ തലേ ദിവസം നമ്മൾക്ക് ഇത് ഇപ്പോൾ നമുക്ക് നേരത്തെ കിട്ടുന്ന ഓർഡറിനൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ പേര് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ, എയർ ടൈറ്റ് ആയിട്ട് എടുത്ത് വെക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ മഴക്കാലമാണ്, വെയിലുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ചാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ഇതിലേക്ക് എഴുതുന്നത് ഈ ഒരു എഡിബിൾ മാർക്കർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മെലിഞ്ഞിട്ടും ഒരു സൈഡ് തടിച്ചിട്ടാണ് കേട്ടോ. 2 സൈഡ് ഉണ്ട്. അപ്പോൾ ഏത് വെച്ചിട്ടും നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ എഴുതി കൊടുക്കാൻ പറ്റും. എന്താണോ കണ്ടൻറ്റ്, പേരാണോ അതോ ബർത്ത്ഡേ ആണോ എന്താണോ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ അത് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് എഴുതി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു മാർക്കർ എന്ന് പറയുന്നത് എഡിബിളാണ്, കഴിക്കാൻ പറ്റുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ പല കളറിലും അവൈലബിൾ ആണ് കേട്ടോ. റെഡും എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു മാർക്കർ. പിന്നെന്താ പറയുക, ഇതൊരു 200 സംതിങ് ആയിരുന്നു ഞാൻ അന്ന് വാങ്ങുന്ന ടൈമിൽ ഈ ഒരു പെന്നിൻ്റെ റേറ്റ്. ഇപ്പോൾ എത്രയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കുറച്ച് കാലമൊക്കെ എൻ്റെ അടുത്ത് ഇത് ഓടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പലർക്കും ഇതിന് മഷി വരണില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അതെന്താണെന്നുള്ളത് അറിയില്ല. ഞാനിതുപോലെ ആ ഒരു മെലിഞ്ഞ സൈഡായിട്ട് ആദ്യം എഴുതിയിട്ട് പിന്നെ ഒന്ന് കട്ടിക്കൊന്ന് മറ്റേ സൈഡോടും എഴുതി കൊടുക്കും. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഏത് കളറിലും എഴുതിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫോണ്ടൻറ്റിൽ കളർ ചേർത്തിട്ടും റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ കളർ ചേർത്ത ഫോണ്ടൻറ്റ് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ആദ്യം കുറച്ച് ഫോണ്ടൻറ്റ്, വൈറ്റ് ഫോണ്ടൻറ്റ് എടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള കളർ ചേർക്കുക. ഏതാണോ കളർ എന്ന് വെച്ചാൽ അത് ചേർക്കുക. കളർ ചേർക്കുന്ന ടൈമിൽ നമുക്ക് കേക്കിൽ യൂസ് ചെയ്യുന്ന ഏത് കളറും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് വലിച്ച് കുഴച്ചതിന് ശേഷം കുറച്ച് CMC ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് കട്ടറാണോ ഉള്ളത് ആ ഒരു കട്ടർ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള കട്ടറുകൾ യൂസ് ചെയ്തിട്ട് ഒരു ബോർഡൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കേക്കാണിത്.
ഇനി നമുക്ക് ആൽഫബറ്റിക് ആ ഒരു മോൾഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നമ്പർ എഴുതിയെടുക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഞാനിത് ചോക്ലേറ്റ് മോൾഡ് ആയിട്ടുള്ള ഈ ഒരു സിലിക്കോണിൻ്റെ മോൾഡ് വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്, സ്പെല്ലിംഗ് ആയിട്ട് ചെയ്യാറ്. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് വരുന്ന കേൾക്കുകൾക്ക് നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ടൻറ്റിൽ CMC ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒരു കളറ് ലൈറ്റ് വയലറ്റ് ആഡ് ചെയ്തിട്ട് കുഴച്ചെടുത്തിട്ടുള്ള ഫോണ്ടൻ്റാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലെറ്ററിലേക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കുക, ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ നിറച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മോൾഡ് യൂസ് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ചോക്ലേറ്റ് സ്പെല്ലിംഗ് മാത്രമേ എഴുതാൻ പറ്റൂ എന്നാണ് അവരുടെ വിചാരം. അപ്പോൾ അവർ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിറച്ചതിന് ശേഷം നമുക്ക് ഒരു കത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ വടിച്ചെടുക്കുക. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇതാ ജസ്റ്റ് ഞാൻ കോൺഫ്ലോർ ആണ് കേട്ടോ തട്ടി കൊടുക്കുന്നത്. പിന്നെ നമ്മളെ മോൾഡിലും കുറച്ച് കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ CMC ആഡ് ചെയ്തിട്ടില്ല കണ്ടോ, നമുക്ക് ഇതിന് ആവശ്യമില്ല, CMCയുടെ ആവശ്യമില്ല. ഇങ്ങനെ എടുത്തതിന് ശേഷം ഓരോ സ്പെല്ലിങ്ങും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ള എല്ലാവരുടെയും ഡൗട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് കേക്കുമിൽ അപ്പം തന്നെ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. കേക്കിൻ്റെ ടോപ്പിൽ വെക്കുന്ന ഫോണ്ടൻറ്റുകൾക്കൊന്നും ഒരു കംപ്ലൈൻറ്റും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ കേക്ക് ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞാൽ ഇതുപോലെ പേരുണ്ടാക്കിയിട്ട് നമുക്ക് അപ്പോൾ തന്നെ അത് കേക്കിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഗണാഷ് ചെയ്ത കേക്കാണെങ്കിലും കണ്ടോളൂ, ഇതൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ള ഫോണ്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ, ഒലിച്ച് പോകുമൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ വേറൊരു 2 കളറിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്ലാക്കും ഒരു വൈറ്റും ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നമ്മളെ മീശ കേക്കിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചതാണ്, ഒന്നും കൂടെ ഞാൻ പറയാം. അപ്പോൾ ഇതാ ഒരു സ്പെഷ്യൽ കളറായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് പരത്തിയെടുത്താൽ നമുക്ക് 2 കളറായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൽ സ്പെല്ലിങ് വെക്കുക, പേര് എഴുതുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത ഒരു കേക്കും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓടിച്ചിട്ട് പറയേണ്ടത് ഇത് ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോ കാണുമ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ ചെയ്തെന്നുള്ളത്. അപ്പം ഇതുപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്കിന് മാച്ചായിട്ട് നമുക്ക് ഇതുപോലെ ഡബിൾ കളർ കൊടുക്കണമെങ്കിൽ ആ ഒരു കളറിലേക്ക് നമുക്ക് ഫോണ്ടൻ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ പരത്തിയെടുത്തിട്ട് ആ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് ഫോണ്ടൻ്റെ ലെറ്റർ കട്ട് ചെയ്യാനായിട്ടുള്ള ഓരോ ലെറ്ററും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓരോ ലെറ്ററിൻ്റെ മോൾഡും അവൈലബിൾ ആണ്. നമുക്ക് ഫോണ്ടൻ്റെ ജസ്റ്റ് പരത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്പെല്ലിങ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കരുതി നമ്മളിപ്പോൾ ഈ ഒരു സിലിക്കോൺ മോൾഡ് വാങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഞാനതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ പിന്നെ നമ്മളതും കൂടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിലിക്കോൺ മോൾഡ് പിന്നെ യൂസ് ചെയ്യുകയില്ല. അപ്പോൾ അത് കാരണം മാക്സിമം ഇത് യൂസ് ചെയ്യുക എന്നുള്ളതിലാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സിലിക്കോൺ മോൾഡ് വാങ്ങാത്തവരാണെങ്കിൽ ഡയറക്റ്റ് ആ കട്ട് ചെയ്യുന്ന ആ ഒരു മോൾഡ് വാങ്ങിയാൽ മതി, സ്പെല്ലിങ്ങിൻ്റെ മോൾഡ്. അത് മാത്രമല്ല കേട്ടോ, അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരുപാട് കട്ടേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ഷോപ്പിൽ തന്നെ കിട്ടാൻ തുടങ്ങി. ആദ്യമൊക്കെ ഓൺലൈനിൽ മാത്രമായിരുന്നു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്തരം രീതിയിലൊക്കെയാണ് ഞാൻ എൻ്റെ കേക്കിൽ പേര് എഴുതാറുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നൊക്കെ കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ കാണുന്ന ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.